ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമെന്ന വിവരം. സംഘടനയ്ക്കുള്ളിൽ സംസ്ഥാന കമ്മിറ്റി മുതൽ മേഖലാ കമ്മിറ്റികൾ വരെ വിഭാഗീയത ശക്തമാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ പോലും ചില നേതാക്കൾ തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തുകയാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഒരു സമര സംഘടന എന്ന നിലയിൽ നിന്നും മാറി വെറുമൊരു പാലിയേറ്റീവ് കെയർ സംവിധാനമായി സംഘടന ചുരുങ്ങിപ്പോകുന്നുവെന്നും പുതിയ കേഡർമാരെ വളർത്തുന്നതിൽ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് നിലവിലുള്ളതെന്നും വിമർശനമുയർന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നും കമ്മിറ്റികളിൽ വനിതാ പ്രാതിനിധ്യം വെറും പേരിന് മാത്രമാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. സ്ത്രീപക്ഷ നിലപാടുകളും സർഗാത്മക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തനം സജീവമാക്കി യുവാക്കളെ ആകർഷിക്കണം. LGBTQ വിഭാഗത്തിൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത അവരെയും സംഘടനയുടെ ഭാഗമാക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാകണമെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്പൈസ് ജെറ്റ് വിമാനങ്ങളുടെ അനിശ്ചിതത്വ വൈകൽ തുടരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിവിധ സർവീസുകൾക്ക് വലിയ കാലതാമസം നേരിട്ടു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ നിരന്തരം വൈകുന്നത് മൂലം യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ദുബായ് ഫുജൈറ വിമാനങ്ങളാണ് പ്രധാനമായും വൈകുന്നത്. ഇന്നലെ രാവിലെ 11:45 പുറപ്പെട്ടിരുന്ന ഫുജൈറ വിമാനം പലതവണ സമയം മാറ്റിയ ശേഷം ഇന്ന് പുലർച്ചെ 2:55 പുറപ്പെട്ടത്. സമാനമായി ഇന്നലെ രാത്രി 12:25 പുറപ്പെട്ടിരുന്ന ദുബായ് വിമാനം ഇന്ന് രാവിലെ 6:12 സർവീസ് നടത്തിയത്. ബോർഡിംഗിൽ നടപടികൾ പൂർത്തിയാക്കി വിമാനത്താവളത്തിന് അകത്ത് പ്രവേശിച്ച ശേഷമാണ് വിമാനം വൈകുന്ന വിവരം അറിഞ്ഞത് എന്നതിനാൽ യാത്രക്കാർക്ക് പുറത്തു പോകാനോ വിശ്രമിക്കാനോ സാധിച്ചില്ല. വിമാനങ്ങൾ വൈകുന്നതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കാൻ സ്പൈസ് ജെറ്റ് അധികൃതർ ഇതുവരെ തയ്യാറാകാത്തതിൽ യാത്രക്കാർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനങ്ങൾ വൈകുന്നത് എന്നതാണ് സ്പൈസ് ജെറ്റിന്റെ വിശദീകരണം. തൃശൂർ മണ്ണുത്തി മുളയത്ത് കിടക്ക നിർമ്മാണശാലയിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയിലായിരുന്നു തീപിടുത്തമുണ്ടായത്. മുളയം സ്വദേശി ലെവിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് കത്തി നശിച്ചത്.